വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കോൺട്രാക്റ്റീവ് സീക്വൻസിൻ്റെ എറർ ഫാക്ടർ എന്ന ഒരു റിസൾട്ടാണ്. The errors can be established with respect to the first two terms and the terms xn and xn minus 1 as well. That's what we have established. ഇനി ആ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്, ആ റിസൾട്ടിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ളൊരു പ്രോബ്ലമാണ്. സോ ന്യൂമറിക്കൽ ടെക്നിക്സ് എന്നൊരു സെക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണിത്. ദിസ് ടെക്നിക് ഈസ് വെരി എസെൻഷ്യൽ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ റൂട്ട്സ് ഓഫ് സർട്ടൻ ക്ലാസ് ഓഫ് പോളിനോമിയൽസ്. നമുക്കറിയാം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ വി ഹാവ് ആൻ എക്സ്പ്ലിസിറ്റ് ഫോർമുല. ആൻഡ് ഇൻ ദ കേസ് ഓഫ് എ തേർഡ് ഡിഗ്രി ഇക്വേഷൻ, സ്പെഷ്യൽ ക്ലാസ് ഓഫ് തേർഡ് ഡിഗ്രി ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എക്സാക്റ്റ് ഫോർമുലാസ് ഉണ്ട്. പക്ഷേ ഹയർ ഓർഡർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വരുമ്പോൾ ആ ഇക്വേഷൻസിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എക്സ്പ്ലിസിറ്റ് ഫോർമുലാസ് ഇല്ല. ഇൻഫാക്റ്റ് ഫിഫ്ത്ത് ഓർഡറിന് ശേഷമുള്ള ഒരു ഓർഡറിനും എക്സ്പ്ലിസിറ്റായിട്ട് നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കാൻ എക്സ്പ്രഷൻസ് ഉണ്ടാകില്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഇക്വേഷൻസിൻ്റെ കേസിൽ എക്സാക്റ്റ് റൂട്ട് കണ്ടുപിടിക്കുന്നത് എളുപ്പമല്ല. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ അപ്രോക്സിമേറ്റ് റൂട്ടാണ്, ഏകദേശം ഒരു റൂട്ട്സാണ് കണ്ടുപിടിക്കുന്നത്. ആ റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പല ടെക്നിക്കുകൾ യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത കോൺട്രാക്റ്റീവ് സീക്വൻസിൻ്റെ ഐഡിയ ചില ക്ലാസ് ഓഫ് സീക്വൻസിൻ്റെ അപ്രോക്സിമേറ്റ് റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ: consider the cubic equation x cube minus 7x plus 2 is equal to 0. Given that it has a root in between 0, 1. So approximate the root. So ഈ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു ക്യൂബിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ക്യൂബിക് ഇക്വേഷൻ്റെ റൂട്ട് 0യ്ക്കും 1നും ഇടയിലാണെന്ന് തന്നിട്ടുണ്ട്. ആ റൂട്ടിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. നമ്മളപ്പം ചെയ്യുന്നത് ഈ അപ്രോക്സിമേറ്റ് റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ഡിഫൈൻ ചെയ്തിട്ട് ആ സീക്വൻസിൻ്റെ ലിമിറ്റ് റൂട്ടായിട്ട് വരിക എന്നുള്ളതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്. സോ ദ ബേസിക് ഐഡിയ ഈസ് വി ആർ കൺസ്ട്രക്റ്റിംഗ് എ സീക്വൻസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഇക്വേഷൻ, and using that sequence we will establish that the sequence is convergent and the limit of that sequence is actually the root of this polynomial. Okay, so ഈ ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത സീക്വൻസിൻ്റെ ലിമിറ്റ് കണ്ടെത്തിയാൽ മതി. സോ ദാറ്റ്സ് ദ ബേസിക് ഐഡിയ. സോ മൂവിങ് ഓൺ ടു ദ പ്രൂഫ് ആൻസർ. സോ given that x cube minus 7x plus 2 is equal to root 0. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇക്വേഷൻ്റെ റൂട്ടും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന പോളിനോമിയൽസിൻ്റെ ലിമിറ്റും ഓൾമോസ്റ്റ് സെയിം ആണ്. സോ ഇക്വേഷനിൽ നിന്ന് വേണം നമ്മൾ പോളിനോമിയൽ കൺസ്ട്രക്ട് ചെയ്യാൻ. ഓക്കെ, സോ ഇതിൻ്റെ റൂട്ടെന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂസ് ആണ് വിച്ച് സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ. സോ ഇവിടെ 7x ഉണ്ട്. സോ ഈ 7x റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 7x ഷുഡ് ബി ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2. സോ എക്സ് ഷുഡ് ബി ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 7. സോ ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 7 ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ന്യൂമറിക്കൽ വാല്യൂസ് ആണ് ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ആർ ആക്ച്വലി ഡിഫൈനിങ് എ റെക്കറൻസ് ക്ലാസ് ഓഫ്
സീക്വൻസ്. ഓക്കെ, സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. സോ ഡിഫൈൻ ഇറ്റ്സ് ആക്ച്വലി എ ക്ലാസിക് ടെക്നിക്. Define a sequence using the relation 1. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, സോ ദ റിലേഷൻ ഈസ് xn plus 1 is equal to 1/7 into xn cube plus 2. ഓക്കെ, നമ്മൾ ചെയ്തത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ്. നമ്മൾ ചെയ്തത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, അതിന് xn plus 1 n+1th സ്റ്റേജിലുള്ള ടേംസ് ആയിട്ട് കൺസിഡർ ചെയ്തു, ഇതിനെ nth സ്റ്റേജിലുള്ള ടേംസ് ആയിട്ട് കൺസിഡർ ചെയ്തു. നൗ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണ്. രണ്ട്, ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് satisfy this equation, which means that it satisfies this equation, which means that the limit should be the root of this equation. That's the idea. So അത് convergent ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി we will prove that this sequence is actually contractive. So we will establish that xn is convergent. Okay, so by proving that it is actually contractive, so അതിനു വേണ്ടി മോഡുലസ് ഓഫ് xn plus 2 മൈനസ് xn plus 1. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു, ഇവിടെ എന്നിന് പകരം n+2 എന്ന് n+1 പകരം n+2 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ n+1 ആവും. വി ഷുഡ് ബി ഈക്വൽ ടു 1/7 into xn plus 1 the whole cube plus 2 minus xn plus 1 value 1/7 into xn the whole cube. കാരണം xn plus 1 എക്സ്പ്രഷൻ അതാണ്. ഓക്കെ, xn the whole cube plus 2. സോ 1/7 നമുക്ക് കോമൺ എടുക്കാം. ഇവിടെ 1/7 കൊണ്ട് നമ്മൾ കോമൺ എടുക്കുമ്പോൾ 1/7 ഇൻറ്റു, അത് പോസിറ്റീവ് ആയതുകൊണ്ട് മോഡുലസ് വേണ്ട, xn plus 1 cube plus 2 minus xn cube minus 2. So we can cancel 2 and 2. So the expression becomes 1/7 into modulus of xn plus 1 cube minus xn cube എന്ന് കിട്ടും. So this expression becomes, this should be equal to 1/7 into modulus of xn plus 1 cube minus xn cube. Now ഇത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്നുള്ള ഫോർമാറ്റിലാണ് ഇത് എത്തിയിരിക്കുന്നത്. സോ എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ നമുക്ക് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നെഴുതാം. ഓക്കെ, സോ ഇവിടെ എയുടെ സ്ഥാനത്ത് xn plus 1, ബിയുടെ സ്ഥാനത്ത് xn. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് modulus of xn plus 2 minus xn plus 1, which should be less than 1/7 into modulus of xn plus 1 minus xn, a minus b യുടെ modulus into modulus of xn plus 1 square plus xn plus 1 times xn plus xn square. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുണ്ട് our root is actually in between 0 and 1. So given that root is in between 0 and 1. ഓക്കെ, സോ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് ടേം x1 എന്നുള്ള ഫസ്റ്റ് ടേം നിന്നാണ് നമ്മൾ x2 ഡിഫൈൻ ചെയ്യുന്നത്, അതിൽ നിന്നാണ് x3 ഡിഫൈൻ ചെയ്യുന്നത്, അതിൽ നിന്നാണ് x4 ഡിഫൈൻ ചെയ്യുന്നത്. സോ x1 ചോയ്സ് അനുസരിച്ചിട്ട് വേണം ബാക്കിയുള്ള ടേംസ് ഡിഫൈൻ ചെയ്യാൻ. സോ ചൂസ് x1
ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1. 0യ്ക്കും 1നും ഇടയ്ക്കാണ് x1 ചൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ റൂട്ട്സ് 0യ്ക്കും 1നും ഇടയ്ക്കാണ് നമ്മുടെ റൂട്ട്സ് കിട്ടേണ്ടത്. സോ നമുക്കറിയാം xn പ്ലസ് 1 ഷുഡ് ബി ഈക്വൽ ടു 1/7 ഇൻറ്റു xn ക്യൂബ് പ്ലസ് 1. ഓക്കെ, സോ x1 0യ്ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ x2ഉം 0യ്ക്കും 1നും ഇടയ്ക്കാണ്. കാരണം ഇവിടെ നമുക്ക് x1 ക്യൂബ് പ്ലസ് 1 എന്ന് കിട്ടും. x1 ക്യൂബ് പ്ലസ് 1 എന്ന് വെച്ചാൽ മാക്സിമം. സോ x2 ഷുഡ് ബി ഈക്വൽ ടു 1/7 ഇൻറ്റു x1 ക്യൂബ് പ്ലസ് 2. x1 മാക്സിമം 1നെക്കാട്ടിലും ചെറുതായതുകൊണ്ട് x1 ക്യൂബ് ഷുഡ് ബി ലെസ് ദാൻ 1. സോ x1 ക്യൂബ് പ്ലസ് 2 ഷുഡ് ബി ലെസ് ദാൻ 1 പ്ലസ് 2 വിച്ച് ഈസ് 3. സോ വിച്ച് ഈസ് ലെസ് ദാൻ 3/7. Okay, which means this is less than 1 as well. Okay, so x2 ലെസ് ദാൻ 1 ആണ്. സോ ഇൻ ജനറൽ നമുക്ക് ഇൻഡക്ഷൻ വെച്ച് അസ്യൂം ചെയ്യാം. അസ്യൂം ദാറ്റ് xn ഈസ് ഓൾസോ ലെസ് ദാൻ 1. എല്ലാം പോസിറ്റീവ് ആണ്. നൗ xn പ്ലസ് 1 ലെസ് ദാൻ 1 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ നമുക്ക് ജനറലി എഴുതാൻ പറ്റും എല്ലാ ടേംസും 0യ്ക്കും 1നും ഇടയ്ക്കാണ്. സോ xn പ്ലസ് 1 ഈസ് ആക്ച്വലി 1/7 ഇൻറ്റു xn ക്യൂബ് പ്ലസ് 1. ഇനി xൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആയതുകൊണ്ട് xn ക്യൂബ് ഈസ് ലെസ് ദാൻ 1 ക്യൂബ്. സോ xn ക്യൂബ് ഈസ് ലെസ് ദാൻ 1 ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു 1. xn ക്യൂബും ലെസ് ദാൻ 1 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ആക്ച്വലി 1 പ്ലസ് 2. സോ ദിസ് ഈസ് 2. സോ 1 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടും. ഓക്കെ, here it is actually 2, I think. So this is less than 1 plus 2 which is less than 3/7 which is less than 1. So ഇൻഡക്ഷൻ വെച്ചിട്ട് n പ്ലസ് 1ഉം xn പ്ലസ് 1ഉം 1നെക്കാട്ടിലും ചെറുതാണ്. സോ ഇൻ ജനറൽ നമുക്ക് പറയാൻ പറ്റും സീക്വൻസിൻ്റെ എല്ലാ ടേംസും 0യ്ക്കും 1നും ഇടയ്ക്കാണ്. സോ ബൈ ഇൻഡക്ഷൻ we can say that 0 less than xn less than 1. So this is true for all n. സോ നമുക്ക് ജനറലി പറയാൻ പറ്റും സീക്വൻസ് 0യ്ക്കും 1നും ഇടയ്ക്കാണ്. നമ്മളുടെ ഈ അസംഷൻ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത് നമ്മളുടെ റൂട്ട്സ് 0യ്ക്കും 1നും ഇടയ്ക്കായതുകൊണ്ട് ഫസ്റ്റ് ടേം ഈസ് 0യ്ക്കും 1നും ഇടയ്ക്കാണ്. സോ സെക്കൻഡ് ടേം ഈസ് 0യ്ക്കും 1നും ഇടയ്ക്കാണ്. സോ ഇൻ ജനറൽ അത് വെച്ച് പ്രൊസീഡ് ചെയ്യുമ്പോൾ ഈ റിലേഷൻ വെച്ചിട്ട് എല്ലാ ടേംസും 0യ്ക്കും 1നും ഇടയ്ക്കാണ്. ഓക്കെ, നമ്മൾ പ്രീവിയസ്ലി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് മോഡുലസ് ഓഫ് xn പ്ലസ് 2 മൈനസ് xn പ്ലസ് 1 ഷുഡ് ബി ലെസ് ദാൻ 1/7 ഇൻറ്റു മോഡുലസ് ഓഫ് xn പ്ലസ് 1 മൈനസ് xn ഇൻറ്റു മോഡുലസ് ഓഫ് xn പ്ലസ് 1 സ്ക്വയർ പ്ലസ് xn ഇൻറ്റു xn പ്ലസ് 1 പ്ലസ് xn സ്ക്വയർ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി സീക്വൻസിൻ്റെ എല്ലാ ടേമും ലെസ് ദാൻ 1 ആണെങ്കിൽ സോ xn ഈസ് ലെസ് ദാൻ 1 വിച്ച് മീൻസ് ദാറ്റ് xn സ്ക്വയർ ഈസ് ലെസ് ദാൻ 1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ xnഉം xn ഇൻറ്റു xn പ്ലസ് 1 ഈസ് ലെസ് ദാൻ 1 ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. ആൻഡ് xn പ്ലസ് 1 സ്ക്വയർ ഈസ് ഓൾസോ ലെസ് ദാൻ 1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1. So xn square less than 1 ആണ് which is, so this is less than 1, this is less than 1, this is less than 1. So total sum will be less than 1 plus 1 plus 1 which is 3. So this is less than, ഇതിൻ്റെ ടോട്ടൽ സമ്മിനെ 3 എന്ന് എഴുതാം, 3/7 ഇൻറ്റു മോഡുലസ് ഓഫ് xn പ്ലസ് 1 മൈനസ് xn. ഓക്കെ, സോ c is equal to 3/7 which is less than 1 എന്ന് ചൂസ് ചെയ്താൽ this sequence modulus of xn plus 2 minus xn plus 1 less than 3/7 into modulus of xn plus 1 minus xn എന്ന് എഴുതാൻ പറ്റും, which means that our sequence is actually contractive. Okay, so which means that sequence xn is contractive. Okay, which means that xn previous theorem വെച്ചിട്ട് is convergent. Okay, let limit
എക്സ് എൻ ഈസ് ഈക്വൽ ടു എക്സ്. എക്സ് എൻ്റെ ലിമിറ്റാണ് എക്സ് എന്ന് പറയുന്നത്. നൗ എക്സ് എൻ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1/7 ഇൻറ്റു എക്സ് എൻ ക്യൂബ് പ്ലസ് 2 ആയതുകൊണ്ട് ഓക്കെ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് എൻ പ്ലസ് 1/7 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് എൻ ക്യൂബ് പ്ലസ് 2 എന്ന് പറയും. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് എൻ ഈസ് ഈക്വൽ ടു എക്സ് എന്നാണ് ചൂസ് ചെയ്തത്, കാരണം എക്സ് എൻ കൺവേർജൻ്റ് ആയതുകൊണ്ട്. സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 1/7 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 2 എന്ന് എഴുതാൻ സാധിക്കും. വിച്ച് മീൻസ് നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ അവർ ലിമിറ്റ് ഷുഡ് ബി ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ, കാരണം ഇത് ഇക്വേഷനാണ് നമ്മൾ റൂട്ട്സിൽ നിന്ന് ജനറേറ്റ് ചെയ്തത്. സോ ഇവിടെ ഇതിനെ നമ്മൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7x ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2, വിച്ച് ഇംപ്ലൈസ് എക്സ് ക്യൂബ് പ്ലസ് മൈനസ് 7x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. സോ the limit of the sequence xn is actually the root of the polynomial. Okay. സോ വളരെ രസകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഒരു പോളിനോമിയലുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സീക്വൻസിൽ നിന്ന് നമ്മൾ പോളിനോമിയലിൻ്റെ റൂട്ട് ഒബ്റ്റെയിൻ ചെയ്തു. ഇനി നമുക്ക് സീക്വൻസ് കോൺട്രാക്റ്റീവ് സീക്വൻസ് ആയതുകൊണ്ട് തന്നെ ഈ റൂട്ടിൻ്റെ അല്ലെങ്കിൽ ലിമിറ്റിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ പോളിനോമിയലിൻ്റെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ x1 ഈസ് ഈക്വൽ ടു ആർബിട്രറി ആയിട്ടൊരു വാല്യൂ ചൂസ് ചെയ്യുക. സോ x1 ഈസ് ഈക്വൽ ടു 0.5 എന്ന് ചൂസ് ചെയ്താൽ നമുക്ക് x2 ഷുഡ് ബി ഈക്വൽ ടു 0.303571429 എന്ന് കിട്ടും. x3 ഷുഡ് ബി ഈക്വൽ ടു 0.2897108330 എന്ന് കിട്ടും. നിങ്ങൾ ആ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, എക്സ് എൻ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1/7 ഇൻറ്റു എക്സ് എൻ ക്യൂബ് പ്ലസ് 2. x4 ഷുഡ് ബി ഈക്വൽ ടു 0.2891881016. x5 should be equal to 0.2891692444. x6 should be equal to 0.28916851. സോ നമുക്ക് കിട്ടേണ്ടത്, നമുക്ക് ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് അല്ലെങ്കിൽ ഈ സീക്വൻസിൻ്റെ ലിമിറ്റാണ് കിട്ടേണ്ടത്. സോ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത് ആക്ച്വലി. സോ ഇനിയും നമുക്ക് ഒരു പ്രീവിയസ് റിസൾട്ടിൽ നിന്ന് നമുക്ക് മോഡുലസ് ഓഫ് എക്സ് സ്റ്റാർ മൈനസ് എക്സ് എൻ ഷുഡ് ബി less than or equal to c divided by 1 minus c is modulus of xn minus xn minus. ഓക്കെ, നമുക്ക് ഈ x6 എന്നുള്ള സീക്വൻസിൻ്റെ ടേംസ് നമ്മുടെ റൂട്ടുമായിട്ട് എത്ര അടുത്താണ്, അല്ലെങ്കിൽ റൂട്ടുമായിട്ടുള്ള എറർ ടേം, അല്ലെങ്കിൽ ഇത് സൊല്യൂഷൻ ആണോ, റൂട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്, ഇത് ഓൾമോസ്റ്റ് സൊല്യൂഷൻ ആണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചോളൂ. സോ c ഈസ് ഈക്വൽ ടു നമുക്ക് 3/7 എന്നറിയാം. സോ x 6 ആണ്, സോ n ഈസ് ഈക്വൽ ടു 6 ആണ്. So original root x star minus x6 should be less than or equal to c is actually 3/7 divided by 1 minus 3/7 into x6 minus x5. Okay, x6 minus x5 ചെയ്യുമ്പോൾ തന്നെ which is almost modulus of x6 minus x5 is
നമ്മൾ x6ഉം x5ഉം കണ്ടുപിടിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് ലെസ് ദാൻ 0.000 ആൻഡ് 0.005. ഇതിനെക്കാട്ടിലും ചെറുതാണ്. നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, സോ ഇത് അതിനെക്കാട്ടിലും വലുതായതുകൊണ്ട് നമ്മൾ ഈ വാല്യൂവിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ what we are going to obtain is x star minus x6 is less than or equal to 3/7 by 4/7 into 0.0000005, which should be equal to 1/7 cancel ചെയ്ത് കളയുമ്പോൾ we are actually getting 3/4 into 0.0000005 എന്നൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. സോ അതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് സ്റ്റാർ മൈനസ് x6 ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.0000004 എന്ന് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ സീക്വൻസിൻ്റെ 6th ടേമും സീക്വൻസിൻ്റെ റൂട്ട്സും തമ്മിലുള്ള എറർ, അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 0.0000004-നേക്കാട്ടിലും ചെറുതാണ്. എന്ന് വെച്ചാൽ സീക്വൻസിൻ്റെ 6th ടേമും സീക്വൻസിൻ്റെ റൂട്ടിൻ്റെയും ആദ്യത്തെ 6 ഡിജിറ്റ്സ് സെയിം ആണ്. കാരണം അവ തമ്മിലുള്ള വ്യത്യാസം, ആദ്യത്തെ 6 ഡിജിറ്റിൻ്റെ വ്യത്യാസം 0.00000 ആണ്. വിച്ച് മീൻസ് the first 6 digits of x star, that is the limit, and x6 is same. ഓക്കെ, അതായത് x6ൻ്റെയും നമ്മുടെ റൂട്ടിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റിൻ്റെയും ഫസ്റ്റ് 6 ഡിജിറ്റ്സ് സെയിം ആണ്. സോ നമ്മുടെ x6 എന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് 6 ഡിജിറ്റ് 0.289168, അതായത് നമ്മുടെ ലിമിറ്റിൻ്റെ ഫസ്റ്റ് 6 ഡിജിറ്റ് എന്ന് പറയുന്നത് 0.289168 ആണ്. ഓക്കെ, ലിമിറ്റ് എന്ന് വെച്ചാൽ റൂട്ടാണ്. എനിക്ക് റൂട്ടിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ റൂട്ടിൻ്റെ ഫസ്റ്റ് 6 ഡിജിറ്റ് എന്ന് പറയുന്നത് 0.289168 എന്നുള്ളതാണ്. സോ റൂട്ടിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് സീക്വൻസിൽ നിന്ന് തന്നെ കണ്ടെത്താൻ സാധിച്ചു. ഇനി നിങ്ങൾ x6 വെച്ച് x7, x8, x9 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അപ്രോക്സിമേറ്റ് ഡിജിറ്റ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. x7 എടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് 7 ഡിജിറ്റ് അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. x10 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് 10 ഡിജിറ്റ്സ് എങ്കിലും മിനിമം സെയിം ആയിട്ടുള്ള അപ്രോക്സിമേറ്റ് റൂട്ട്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു സീക്വൻസ് കൺസ്ട്രക്റ്റ് ചെയ്തപ്പോൾ ആ സീക്വൻസിൻ്റെ ഒരു 6 ഡിജിറ്റ്സ് എടുത്തപ്പോൾ തന്നെ നമുക്ക് റൂട്ട്സിൻ്റെ 6 ഡിജിറ്റ്സിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു യൂസിങ് ദാറ്റ് റിലേഷൻ. സോ നമുക്ക് സീക്വൻസുകൾ കൊണ്ട് ഒരു പോളിനോമിയലിൻ്റെ അപ്രോക്സിമേറ്റ് റൂട്ട്സും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇഫ് യു കെയർഫുള്ളി ഡിഫൈൻ ദ സീക്വൻസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് തരുന്നു. ഓക്കെ, സോ എ ക്വസ്റ്റ്യൻ ഈസ്, നമ്മൾ ഈ സെക്ഷനുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് തരുന്നു. ഇത് നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആണ്. അസൈൻമെൻറ്റ്. സോ സെക്ഷൻ 3.5ൻ്റെ question number 1 to 10 and 14. ഈ 14ൻ്റെ പ്രോബ്ലം നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലത്തിൻ്റെ തുല്യമായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. സോ question number 1 to 10 and 14 നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. സോ I will upload that as an assignment. Please solve it by next Monday. Okay, thank you.